ഹായ്, അനുമോൾ ലെസ്ബിയൻ ആണോ എന്നൊരു ടോക്ക് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാനിത് കൗതുകത്തോടെ കേൾക്കുകയാണ്. ഇതെന്താണ് ആ ഈ കേൾക്കുന്നത്? ന്യൂറയുമായിട്ടുള്ള ശാരികയുടെ ഒരു അടി നടക്കുന്നുണ്ട്. നമ്മൾ ഹോട്ട് സീറ്റ് ശാരിക ഉണ്ടല്ലോ, പുള്ളിക്കാരത്തി എന്തോ ചുമ്മാ ചുമ്മാ പ്രൊവോക്ക് ചെയ്യുന്നു, അവരുമായിട്ട് ചണ്ടയ്ക്ക് പോകുന്നു, ബഹളം വയ്ക്കുന്നു, അടിയുണ്ടാക്കുന്നു, എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയുന്നു. എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നു, ഞാനും കൗതുകത്തോടെ നോക്കുന്നു. എനിക്ക് ലൈവ് സെഷൻ കണ്ടിട്ട് ഒരു വാഴയും മനസ്സിലായില്ല. ഇവളെന്തോ ഈ പറയുന്നേ, ഇവളെന്താ ഇൻഡിക്കേറ്റ് ചെയ്യണേ എന്നൊന്നും പിടികിട്ടിയില്ല. പിന്നീട് ഈ ചർച്ച ഡെവലപ്പ് ചെയ്തിട്ട് ആദില പറയുന്നൊരു കാര്യമുണ്ട്. ഈ ഇവളെ അനുമോൾ കെട്ടിപ്പിടിക്കുമ്പോൾ അനുമോൾക്ക് ഇവളോട് ക്രഷ് ഉണ്ടെന്ന്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കഴിഞ്ഞ സീസണിൽ ഇതുപോലെ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. നമ്മുടെ പിന്നെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ലെസ്ബിയൻ കുട്ടി. ആ കുട്ടിക്ക് ഇതുപോലെ ഒരാളോട് ക്രഷ് ഉണ്ടായിരുന്നു. അവൾ അതാണെന്ന് പുറം ലോകത്തിന് മനസ്സിലാക്കിയത് അങ്ങനെ. അതുപോലൊരു സിസ്റ്റമാണ് ഇത് പറയണത്. അങ്ങനെയെങ്കിൽ അനുമോൾ ലെസ്ബിയൻ ആണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ശിവനെ ശിവനെ, എന്താണ് ഈ കേൾക്കുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ജന്തുക്കളെ നോർമലൈസ് ചെയ്താലുള്ള പ്രശ്നം ചുമ്മാ നടക്കുന്ന പെമ്പിള്ളേർക്കും ഇത് ഭാവിക്കും. അനുമോള് ആദിലയുമായി കൂട്ടുകൂടിയതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഒറ്റപ്പെടൽ. തനിച്ചായിപ്പോയി, കൂട്ടുകാരില്ല, ആരെങ്കിലും ഒരാൾ ആശ്രയം ഉണ്ടെങ്കിൽ എന്ന് കരുതി കൂട്ടുകൂടിയാണ്. അല്ലാതെ അവൾ ലെസ്ബിയനായിട്ടൊന്നുമല്ല. പക്ഷേ ഇവർ പറയുന്ന സംവിധാനം വെച്ച് നോക്കുകയാണെങ്കിൽ അവളെ ലെസ്ബിയനാക്കി ചിത്രീകരിക്കുകയാണ്. ശാരികയും കൂടെ അതിന് കൂട്ടു നിൽക്കുകയാണ്. ശാരികയും ആദിലയും ഈ കോൺവെർസേഷൻ ഡെവലപ്പ് ചെയ്തെടുത്ത്, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് ശരിക്കും പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ ലാസ്റ്റ് പോർഷനിൽ ശരിക്കും ഇങ്ങനെ പറയുന്നുണ്ട്. ശാരിക സംസാരിക്കുന്നത് അങ്ങനെയാണ്. ആദിലയുമായിട്ട് അവർക്ക് എന്തോ താല്പര്യമുണ്ട്. ആദില കെട്ടിപ്പിടിക്കുമ്പോൾ അനുമോളുമായിട്ട് എന്തോ താല്പര്യമുണ്ട്. അനുമോൾ കെട്ടിപ്പിടിക്കുമ്പോൾ കംഫർട്ടല്ല. അനുമോൾക്ക് അവളോടൊരു ക്രഷ് ഉണ്ടെന്ന് പറയുന്നു. എന്തൊക്കെ പുകർത്തരങ്ങളാണ് പറയണതെന്ന് അറിയാമോ? പിന്നെ ഇതിനേക്കാൾ ഉപരി മറ്റൊരു സംഗതി അതിനകത്ത് നടന്നിട്ടുണ്ട്. രണ ഫാത്തിമയും ഷൈത്തിയും ആദിലയും നൂറയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ബിൻസി വന്ന് ഡ്രോയർ ഓപ്പൺ ചെയ്യുന്നു. തിരിച്ച് തള്ളി അടയ്ക്കാൻ നോക്കുമ്പോൾ കയറുന്നില്ല. ഈ ഒരു കാര്യം പറഞ്ഞപ്പം ഈ ഓർത്തോണം, അതിനകത്ത് ആദിലയും നൂറയും പോട്ടെ, അവർ ലെസ്ബിയൻസ് ആണ്. ബാക്കി ഈ പിന്നെ ഇവള് ഷൈത്യ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിക്കാത്ത കുട്ടിയല്ലേ? ഈ അർജബിൻ സിംഗ് കല്യാണം കഴിക്കാത്ത കുട്ടികളല്ലേ? കയറുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദ്വയാർത്ഥ പ്രയോഗം നടത്തി. അത് രണ ഫാത്തിമയും ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ട് സംസാരിക്കുന്നു. അരങ്ങഴിഞ്ഞ കുറേ പെണ്ണുങ്ങളെന്ന് പറയാതെ പറയാം. അതിന് വൃത്തികെട്ടത്. ദ്വയാർത്ഥ പ്രയോഗം അവിടെ ആര്യൻ നടത്തുന്നല്ലേ പറ്റുള്ളൂ പറഞ്ഞത്. ആര്യനൊന്നുമല്ല, ഇവളുമാരുടെ ഉള്ളിൽ മുഴുക്ക കാമക്കടികളാണ്, കൂത്തുകൾ. ബിഗ് ബോസ് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ലെസ്ബിയൻസിനെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഗേ കപ്പിൾസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യണത്. ഇപ്പം ലെസ്ബിയനെ അവിടെ പ്രൊമോട്ട് ചെയ്ത കണക്ക് ഗേ കപ്പിൾസിനെ കൊണ്ടുവന്ന് ഒരു പ്രൊമോട്ട് ചെയ്യുമായിരിക്കും അല്ലേ? ഇതുകൊണ്ട് സമൂഹത്തിലുണ്ടാകുന്ന അസമത്വം എത്ര ഭീകരമാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അനുമോൾക്ക് അങ്ങനെ ഒരു വശമുണ്ടോ? ഒരിക്കലുമില്ല. ഷാദിലയുമായിട്ട് അവരടുത്തിരിക്കുന്നത് കണ്ടപ്പോൾ ആര്യൻ പോലും പുറത്തു വന്ന് പറഞ്ഞൊരു കാര്യമാണ്, അനുമോൾക്ക് ആദിലയുമായിട്ടിരിക്കാം, അതിനകത്തൊരു പ്രോബ്ലം ഇല്ല. അതൊരു ഹിൻ്റാണ്. അതായത് അനുമോൾ ഒരു ലെസ്ബിയൻ ആണ് എന്ന് വരുത്തി തീർക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ക്രഷ് ഒരു പെണ്ണിനോട് ക്രഷ് വന്നത് എന്തുവാ? ലെസ്ബിയനല്ലേ? അങ്ങനെയല്ലേ? എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. സത്യമായിട്ട് ഞാൻ അന്തം വിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്തായി നടക്കുന്നത്? ഒരു പെൺകുട്ടിയെ ലഗാനും ഒന്നുമില്ല, ആരുമൊന്നുമില്ല, വരുന്നവനും പോകുന്നവനും ഒക്കെ ഒരു അടി കൊടുത്തിട്ട് അങ്ങ് പോവുക. അതാ എന്ത് കാര്യത്തിനെന്ന് അറിയത്തില്ല. ഈച്ച് ആൻഡ് എവറി വൺ അതിനെ ഇട്ട് കൂത്തി പിടിക്കുന്നുണ്ട്. വാസ്തവത്തിൽ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കും. എനിക്കറിയില്ല അവരുടെ പേരൻസ് ഇതെങ്ങനെ ടോളറേറ്റ് ചെയ്യണമെന്ന്. അവരുടെ പേരൻസിന് ഇതെങ്ങനെ സഹിക്കാനാവുന്നെന്ന് അറിയത്തില്ല കേട്ടോ. കഷ്ടം, സങ്കടം വരുന്നുണ്ട്. പാവം, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എന്തൊക്കെയാണ് ആ കുട്ടിയെ പറയുന്നത്? ഇത്രയധികം മോശം പറയുന്നത്. ആൻഡ് വൺ തിങ്, അവൾ ആത്മഹത്യാ ഭീഷണിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഡിഗ്രേഡ് എന്ന് അറിയുകയാണെങ്കിൽ ഞാൻ എല്ലാവരുടെയും പേരെഴുതി വെച്ചിട്ട് തീർക്കും എന്നാണ് പറഞ്ഞത്. ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളമായി നിൽക്കുകയാണ്. ഹൈ ഡിപ്രസ്ഡ് ആണ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആ കുട്ടി ആദ്യം വേണ്ടത് ട്രീറ്റ്മെൻറ്റാണ്. ഒരുപക്ഷെ നമ്മൾ നാട്ടുകാരുടെ സഹകരണം കൊണ്ട് ഒരുപക്ഷെ അതിനെന്തെങ്കിലും റിക്കവറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പാവം കുട്ടി, ദൈവം അനുഗ്രഹിക്കട്ടെ. വേറെ ഒന്നും പറയാനില്ല. സത്യത്തിൽ സങ്കടം തോന്നുന്നു. എന്ത് അവസ്ഥയാണെന്ന് ആലോചിച്ചു. ഈ മനുഷ്യരൊക്കെ മനുഷ്യരാണോ? എന്ത് വൃത്തികേടായി പറഞ്ഞുണ്ടാക്കുന്നത്. ഒരു വ്യക്തിയുടെ കുടുംബത്തിനെ അങ്ങ് ടാർണിഷ് ചെയ്യണം. നിങ്ങൾ അവളോട് മോശം പെരുമാറി ജനങ്ങൾ നിങ്ങളെ പുറത്താക്കി. അതിന് നിങ്ങൾ അവളോട് വൈരാഗ്യം വെക്കരുത്. നിങ്ങൾ അവളോട് വൈരാഗ്യം വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഷോ വിട്ട് പുറത്തേക്ക് പോരേണ്ടി വന്നത്. ഇനിയും നിങ്ങൾ ആ വൈരാഗ്യം കണ്ടിന്യൂസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകും.
കോമൺ സെൻസ് ഇല്ലാത്ത കുറേ കഴുതകളെ എന്ത് പറയാനാണ്? ഒരു അല്പം ഇച്ചിരിയെങ്കിലും ബോധം വേണ്ടായോ? എന്താ ഈ പറയണേന്ന് മനസ്സിലാകുന്നതേ ഇല്ല. ആൻഡ് ശാരിക എന്തിനാ ഇത്ര ഹൈ പെർഫോമൻസ് കാണിക്കുന്നതെന്നും പിടികിട്ടുന്നില്ല. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായത് അനുമോൾക്ക് ഒറ്റപ്പെടൽ കൊണ്ട് മാത്രമാണ് ആദിലയുമായി ഒരു സൗഹൃദം കീപ്പ് ചെയ്തത്, അല്ലാതെ അവൾ ലെസ്ബിയൻ ആയിട്ടല്ല. ഇനി അവൾ ലെസ്ബിയൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദില ഇതിനപ്പുറം പറയും. കാരണം ഒന്നുമല്ലാതിരുന്ന ന്യൂറയെ ലെസ്ബിയനാക്കി കൂടെ കൊണ്ട് നടന്ന് കുത്തിക്കയറ്റി കളിക്കുന്ന മോള പിന്നെ അനുമോളെ വിടുവോ? ഇനി അവളുടെ അടുത്ത ടാർഗറ്റ് ന്യൂറ കഴിഞ്ഞാൽ അനുമോളായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണിത്. ആദിലയുടെ ടാർഗറ്റ് അനുമോള് തന്നെയാണ്. അപ്പോൾ അനുമോള് ലെസ്ബിയനാണ് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യകത ആർക്കാണ്? ആദിലയ്ക്ക് തന്നെയാണ്. സോ പോയിന്റ് ഈസ് വെരി ക്ലിയർ. അത് തന്നെയാണ് അവിടെ വാസ്തവത്തിൽ നടക്കുന്നത്. എന്തോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം സ്പെഷ്യലി കമൻറ്റിൽ രേഖപ്പെടുത്തി. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയോ ഇല്ലയോ എന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു സംശയമില്ല. അനുമോൾ വളരെ ജെന്യുവനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല, ഒരു പെണ്ണിനോട് കുറച്ച് ഇഷ്ടവും അട്രാക്ഷനും തോന്നുന്ന പെണ്ണ് ഉടനെ തന്നെ ലെസ്ബിയൻ ആണെന്ന് പറയരുത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. താങ്ക് യു.